യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. യേശുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് നാം വായിച്ചത്. പുതിയ നിയമത്തിൽ യേശു ആര്? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ നമുക്കിത് കാണുകയാണ്. നിങ്ങൾ ആ ഭാഗങ്ങൾ ബൈബിൾ ഉള്ളവർ നിങ്ങൾ ബൈബിൾ എടുക്കുക, നോക്കുക. ബൈബിൾ കയ്യിലില്ല, ഒരു മൊബൈലാണെങ്കിലും നിങ്ങൾ അതിനകത്ത് ബൈബിൾ ലഭിക്കും, നിങ്ങൾ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം ഇങ്ങനെയാണ്: യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവസഭ കുടുംബാംഗങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ ഗൗരവത്തോടെ ഈ വാക്യം നാം മനസ്സിലാക്കുക. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്താണ് യേശു ഈ പറഞ്ഞ കാര്യത്തിനകത്തുള്ള പൊരുളുകൾ? യേശു ഏത് വഴിയെ കുറിച്ചാണ് ഈ പറയുന്നത്? ആരുടെ അടുക്കലേക്ക് പോകാൻ? എന്താ ഈ വഴി എന്ന കർത്താവ് പറയുന്നത്? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്, അവനിലുള്ള ആത്മാവിനെ നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവം മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ പങ്കിടുവാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ അർത്ഥവത്തായ ഒരു വിഷ്വലാണ് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പ്രാരംഭ അധ്യായങ്ങളിൽ മനുഷ്യ സൃഷ്ടിക്ക് ശേഷം നാം കാണുവാൻ ഇടയായി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന്റെ കരസ്പർശനത്താൽ, സ്തോത്രം, മനുഷ്യന്റെ ജീവിതത്തെ പണിയപ്പെടുവാൻ കഴിയാതെ വന്നപ്പോൾ, മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ, ദൈവം തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപം നിമിത്തം അകന്നുപോയ അതിദുഃഖമായിരിക്കുന്ന കാഴ്ച. ഏദൻ പറുദീസയിൽ വെച്ച് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച, പിശാചിന്റെ പ്രലോഭനത്തിൽ വഴങ്ങിക്കൊണ്ട് അനുസരണക്കേടിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ദുഃഖകരമായ കാഴ്ച നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണുവാൻ സാധ്യമാണ്. ഈ മനുഷ്യനെ ഈ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവന്റെ ആത്മാവിനൊരു വലിയ മോക്ഷം കൊടുത്തില്ലെങ്കിൽ അവൻ ഈ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷയെ അനുഭവിച്ച് സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിൽ എന്നേക്കുമായി നിത്യത ചെലവഴിച്ചു മരണാന്തര ജീവിതം അനുഭവിച്ചുകൊണ്ട് തങ്ങൾ സാത്താന് ലഭിക്കേണ്ടിയിരിക്കുന്ന നിത്യ നരകയാതനകൾക്ക് കൂട്ടവകാശികളായി തീരുമാനം. ദൈവം ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ, തന്നോട് കൂടെ ചേർത്ത് നിർത്താൻ, ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഈ മനുഷ്യനെ ഉപയോഗിക്കാൻ ദൈവം പ്ലാനും പദ്ധതിയും ആസൂത്രണം ചെയ്തതിനോടുള്ള ബന്ധത്തിൽ നിലവിൽ തന്റെ പുത്രനെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ താണലോകത്തിലേക്ക് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് തന്റെ പുത്രനെ ഈ സ്വർഗീയ പിതാവ് അയക്കുകയാണ്. അതാണ് ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയ സ്നേഹിത, പ്രിയ കുഞ്ഞെ, കുടുംബങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു വഴിയാണ്. യേശു പറഞ്ഞിരിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 14:6, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ സത്യവും ആകുന്നു. നോക്കുക, ഈ വഴി
യേശുവാകുന്ന വഴി. പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിനകത്ത് ദൈവവചനം യേശുവിനെ പരിചയപ്പെടുത്തുന്നു. അവൻ പിതാവാം ദൈവത്തിങ്കലേക്കുള്ള വഴിയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവിക കുടുംബാംഗങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം പറയുന്നു, പിതാവായ ദൈവത്തിങ്കലേക്കുള്ള വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിൽ പല വഴികളും ഉണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ നിരവധി ഇറങ്ങുന്ന കാലഘട്ടമാണ്. ഇന്ന് മാത്രമല്ല, നേരത്തെ മുതൽ തന്നെ അതുണ്ട്. ദൈവത്തിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള പൈശാചിക പദ്ധതികൾ അതൊരു ഡൂപ്പാണ്. ഈ ലോകത്തിന്റെ ദൈവമാണ്. സാക്ഷാൽ ദൈവത്തിനോടൊപ്പം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദൈവമായിട്ട് നന്മയ്ക്കു പകരം തിന്മ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം പോലെ ഇന്ന് നിരവധി വഴികളുണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ എന്ന് പറയുന്ന അന്ധമായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു, ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഏക വഴിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വഴിയെന്ന്, പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വഴിയെന്ന്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാനുള്ള ഒരു വഴിയാണ് നമ്മുടെ കർത്താവായ യേശു എന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് മറ്റാരും പറഞ്ഞ അവകാശ പ്രഖ്യാപനമല്ല, യേശു പറഞ്ഞതാണ്. ഉലകത്തിൽ നിരവധി ചരിത്ര പുരുഷന്മാർ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. കല്ലറയ്ക്കകത്ത് ഇന്നും ഒതുങ്ങിക്കിടക്കുമ്പോൾ മരണമില്ലാത്ത, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ, സ്തോത്രം, നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ അവകാശ പ്രഖ്യാപനമാണ്, ഞാൻ തന്നെയാണ് വഴി. അത് പിതാവാം ദൈവത്തിങ്കലേക്കുള്ള ഒരു വഴിയാണ്. ആ പിതാവാം ദൈവത്തിങ്കലേക്കുള്ള ഒരു വഴിക്ക് വേണ്ടി മനുഷ്യർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ നിരവധി പ്രവർത്തികൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു താൻ പറഞ്ഞു, ഞാനാണ് ആ ഏക വഴി, വഴിയും സത്യവും ജീവനും ആകുന്നു എന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് വഴി. എങ്ങോട്ടുള്ള വഴി? പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വഴി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ അടുക്കലേക്ക് മരണാന്തര ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ആത്മാവെത്തണമെങ്കിൽ ആ മനുഷ്യൻ ഈ വഴി, കർത്താവായ യേശു ക്രിസ്തു എന്ന വഴിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നത് യേശു ക്രിസ്തുവിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുകയാണ്, ഞാനാണ് വഴിയെന്ന്. ഒട്ടനവധി വഴികളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട്. നാം ലോകത്തിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും, ദൈവത്തിന്റെ അടുക്കലേക്കൊന്ന് എത്തുവാനും, ദൈവത്തിന്റെ അടുക്കലേക്കൊന്ന് എത്തിച്ചേരുവാനുമായി മനുഷ്യന് പലവിധ വഴികളുണ്ടെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച പല വഴികളുമുണ്ട്. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യർ കണ്ടുപിടിച്ച വഴി നിരവധിയുണ്ട്. പക്ഷേ ആ നിരവധി വഴിയൊന്നും ദൈവം അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നരബലി, അവർ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുന്നു. ദൈവം അതിൽ പ്രസാദിക്കുകയില്ല എന്ന് സത്യദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നരബലി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിങ്കലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമല്ല നരബലി. സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ ദൈവത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നു. സ്വന്തം ശരീരങ്ങളെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാം. ഇവിടെ യേശു കർത്താവ് പറയുന്നത്,
ഞാനാണ്. എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരാനാകില്ല എന്നതാണ് അതിന്റെ ഉദ്ദേശം. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് വേറെ ഒരു വഴിയില്ല എന്നതാണ് യേശു പറയുന്നത്. ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിൽ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കുവാനോ ദൈവം വേറെ ഒരു വഴി വച്ചിട്ടില്ല. ആ ഒരു വഴി കർത്താവായ യേശുവാണ്.